Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റസ്മലൈയുടെ റെസിപ്പി ആയിട്ടാണ്. പാൽപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റസ്മലൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റസ്മലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ വശത്തൊന്നും ആകാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിതൊന്ന് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാനിവിടെ 1 മുട്ട മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ പോർഷനായിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റസ്മലൈയുടെ ഷേപ്പാക്കി എടുക്കാം. ക്രാക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പാലിലിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ അത് വലുതായിട്ട് വരും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 13 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ പാൻ ചൂടാക്കി അതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. 4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഈ പാലൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ടൊന്ന് കട്ടിയായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് തിക്കായി വന്നിട്ടുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ പാലിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഹീറ്റിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റസ്മലായി നല്ലതുപോലെ വലുതായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് പതുക്കെ അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൂടോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനെ റൂം ടെമ്പറേച്ചറിലാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും അതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റസ്മലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മുട്ട ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇതിനുണ്ടാവത്തില്ല. മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയത്ത് പോലുമില്ല. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.